പക്ക ഉൾഗ്രാമം ആന്ധ്രാപ്രദേശിലെ ധർമ്മവരം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ ഉൾഗ്രാമങ്ങൾ തേടിയിട്ടുള്ള യാത്രയാണ്. ഈ ഒരു പ്രദേശത്ത് ഒരു ഡാമുണ്ട്, അല്ലെങ്കിൽ ഇവിടങ്ങളിൽ അറിയപ്പെടുന്നത് ചെരു എന്നാണ്. അപ്പോൾ അത് കാണാനായിട്ട് വന്നപ്പോൾ കുറച്ചും കൂടി മുന്നിലേക്ക് പോകാം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തേക്കായിട്ട് വരുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശം ഒരുപാടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ കുറച്ച് ആളുകൾ കൂടിയ ഏരിയ കാണാം. പിന്നീട് നമുക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലത്തെ ഒരു ചെറിയ ഏരിയ കാണാൻ സാധിക്കുള്ളൂ. ടൗണുകളെല്ലാം തന്നെ മനോഹരമായിട്ടുള്ള വലിയ വലിയ ടൗണുകളാണെങ്കിലും പിന്നീട് നമുക്ക് ആ ടൗണിൻ്റെ ചുറ്റുപാടും ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ കോൺക്രീറ്റ് എല്ലാം തന്നെ അവസാനിച്ച, അല്ലെങ്കിൽ ടാറിംഗ് എല്ലാം അവസാനിച്ച ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മുടെ യാത്ര. രണ്ട് സൈഡിലും റോഡുകളുണ്ട്. ഈ രണ്ട് സൈഡിലേക്കുള്ള റോഡിന് പോയി കഴിഞ്ഞാലും ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് എത്തിപ്പെടുക. ടൗണിൽ കൂടെ മാത്രം ഇങ്ങനെ യാത്ര ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതിയുടെ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളുടെ ആസ്വാദനമൊന്നും നമ്മളിലേക്ക് എത്തില്ല. കുറേ ആടുകൾ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ആട്ടിനെ നമ്മൾ മുന്നേ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ കണ്ടപ്പോൾ, അല്ലെങ്കിൽ വീഡിയോ എടുത്തപ്പോൾ വളരെ ഹാപ്പി ആയിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് മൂപ്പര് നമ്മളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് സമ്മാനിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ മൂപ്പരുടെ ആ ഒരു തോളിലേക്ക് നോക്കിയപ്പോൾ വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് വെള്ളം കൊടുത്തിട്ടൊക്കെയാണ് മൂപ്പരെ നമ്മൾ സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചതൊക്കെ. ഒരുപാട് ആടുകളുണ്ട് ഇങ്ങനെ മേയാനായിട്ട് മൂപ്പരെ കൂടെ. ഇതുപോലത്തെ പല ഏരിയയിലും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇവരുടെ മെയിൻ പ്രശ്നം വെള്ളമാണ്. ഇവർ രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇതുപോലെ ആടുകളെയും കൂട്ടിയിട്ട് എങ്ങോട്ടാണോ മേയാൻ പോകേണ്ടതായിട്ടുള്ളത് അവിടേക്ക് പോയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. പിന്നീട് ഈ പോകുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അങ്ങനെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം തന്നെ മനോഹരമായിട്ടുള്ള കൃഷിപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മവരം എന്ന് പറയുന്ന പ്രദേശത്താണ്. സിൽക്ക് സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. മെയിൻ ടൗണുകളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഉൾഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രദേശത്ത് ഒരു ഡാമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് ലൊക്കേഷൻ ഇട്ട് വന്നത്. വരുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള, നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ മുന്നിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കൃഷികളൊക്കെ തന്നെ അതിൻ്റേതായ ഒരു രീതിക്ക് ഇവർ പരിപാലനം നടത്തുന്നത് കൊണ്ട് തന്നെ ആ ഒരു കൃഷിയിടങ്ങളൊക്കെ നോക്കിക്കാണാൻ വളരെയധികം രസകരമാണ് എന്നുള്ളതാണ്. റൂട്ടിൽ കാണുന്നത് കൂടുതലും ഓറഞ്ച് കൃഷികളാണ്. ഓറഞ്ച് തൈകളൊക്കെ തന്നെ ഒരേ അളവിലിങ്ങനെ വളർന്ന് പന്തലിച്ചത് കാണാൻ തന്നെ ഒരു രസകരമാണ്. കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ പക്ക ഉൾഗ്രാമത്തിലെ ഒരു കാഴ്ചയാണ്. മയിലിനെ മാതൃകയാക്കിയിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ട് ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഒരു ചർച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റൂട്ടിലായിട്ട് ഒരു മലമുകളിൽ ഒരു ഗസ്റ്റ് ഹൗസും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്.